ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അശോകനോട് പറയണം കേട്ടോ. മാമ എന്നോട് ക്ഷമിക്കണം, എനിക്ക് പറ്റാവുന്നത് പോലെയൊക്കെ അവളെ ഞാൻ ഹെൽപ്പ് ചെയ്തു. ഇന്നല്ലെങ്കിൽ നാളെ അവൾ ശരിയാവും എന്ന് കരുതിയിട്ട് ഞാൻ പല തെറ്റുകൾ അവൾ ചെയ്യുമ്പോൾ മാമനെ അറിയിക്കാതെ അവളെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മുകളിലൂടെ തെറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ മാമ എനിക്ക് കൈയൊഴിയല്ലാതെ നിവൃത്തിയില്ല. കാരണം പ്രണവാണ് ഇവിടെ തീരുമാനം എടുത്തിരിക്കുന്നത്. ശിവാനി അവളുടെ ജീവിതത്തിൽ വേണ്ട. അവിടെ നടന്ന ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അശോകനോട് പറയാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന അശോകൻ, മോളെ നീ എന്തിനാ എന്നോട് മാപ്പ് പറയുന്നത്? അവളെ വളർത്തിയത് അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ തെറ്റ് പറയില്ല, എൻ്റെ മോള് സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് താൻ അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് വരുന്നത് ഈ പറയുന്ന ശിവാനിയെയും പിടിച്ച് രേണുക എത്തുന്നു കേട്ടോ. രേണുകയും ശിവാനിയെയും കാണുമ്പോൾ അശോകന് മൊത്തത്തിൽ അടിമുടി കയറണം കേട്ടോ. ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല. അശോകൻ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ശിവാനി ഉമ്മറപ്പടി ചവിട്ടുമ്പോൾ നിൽക്കവിടെ, എങ്ങോട്ടടി നീ വരുന്നത്? അത് കേട്ട ഉടനെ രേണുക പറയണേ, നിങ്ങളെന്തായി പറയുന്നത്? നമ്മുടെ മോളല്ലേ. നമ്മുടെ മോള് ആർക്ക്? നിനക്കായിരിക്കും. ഇവള് മോളാണോ? മോള് ചെയ്യുന്ന പ്രവൃത്തികളാണോ ഈ ചെയ്യുന്നത്? ഒരച്ഛനെ കുറിച്ച് എന്തെങ്കിലും ഒരു ടെൻഷൻ ഇവളിലുണ്ടോ? ഇവള് കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണ്? നീ അങ്ങനെ അതൊക്കെ തെറ്റിന് കൂടെ പിടിച്ച് കൊടുക്കുന്നവരല്ലേ നീ എന്ന് പറഞ്ഞിട്ട് രേണുകയെ ആട്ടിവിടുന്നു കേട്ടോ. ഇതേ സമയം ഇറങ്ങിപ്പൊടി, എന്ത് കാണാനാടി ഇവിടെ വന്നിരിക്കുന്നത്? ഒരു വിവാഹം കഴിച്ചത് തന്നെ തട്ടിപ്പും വെട്ടിപ്പുമായിട്ടാണ്. ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, ഇറങ്ങിപ്പൊടി, ഈ സമയം ഇറങ്ങിപ്പൊടി എന്ന് പറഞ്ഞ് കൈകൾ പിടിച്ചു വലിച്ച് പുറത്തോട്ട് അങ്ങ് തള്ളുമ്പോൾ ഉടൻ തന്നെ പറയണേ, ഇല്ല ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന അശോക്, ആഹാ നീ പോവില്ലെന്നോ? പോയിപ്പിക്കാൻ എനിക്കറിയാടി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഈ പറയുന്ന നിധിയുടെ അമ്മ ചന്ദ്രി എത്തണം കേട്ടോ. ചന്ദ്രി എത്തിയിട്ട് പറയണേ, എൻ്റെ ഏട്ടാ അതൊന്നും വേണ്ട, അവളെ അകത്തോട്ട് കയറ്റിയേക്ക്. അത് കേട്ട ഉടനെ ചന്ദ്രി, നീ ഇക്കാര്യത്തിൽ ഇടപെടണ്ട, ഇത് എൻ്റെ കുടുംബക്കാര്യമാണ്. കാരണം ഇവളെപ്പോലെ ഒരു താടകയെ ഇനിയും ഈ വീട്ടിലോട്ട് കയറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നമായിരിക്കും. അത് കേൾക്കുന്ന ശിവാനി പറയും, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തില്ലടി, മര്യാദയ്ക്ക് ഇറങ്ങിപ്പൊടി എന്ന് പറഞ്ഞ് വീണ്ടും തള്ളുമ്പോൾ ഉടൻ തന്നെ ചന്ദ്രി വീണ്ടും പറയണം കേട്ടോ, വേണ്ട ആങ്ങളെ, അവിടെ നിർത്തി സംസാരിക്കില്ല, ആളുകൾ ശ്രദ്ധിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തോട്ട് ഇവളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു രസമായി, അതൊരിക്കലും ഉണ്ടാവരുത്, അത് ഒഴിവാക്കണമെങ്കിൽ ഇവൾ അകത്തോട്ട് കയറ്റിയെന്ന് പറഞ്ഞ് അകത്തോട്ട് വിളിപ്പിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ശിവാനിയെ വീണ്ടും ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ലേ ചെയ്യുന്നത്. അത് കേൾക്കുന്ന ശിവാനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. മതി തള്ളേ, നിങ്ങളുടെ അഭിനയം, നിങ്ങളുടെ മകൾ എന്ന് പറയുന്ന ഒറ്റൊരുത്തി കാരണമാണ് എൻ്റെ ജീവിതം തകർന്നത്. അത് കേൾക്കുന്ന അശോക, ഇപ്പം എന്തായി ചന്ദ്രി, നിനക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടിയില്ലേ? അത് കേട്ടോട് തന്നെ രേണുക, എന്താ നിങ്ങളീ പറയുന്നത്? നിങ്ങളുടെ മകളാണ് ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം വന്ന് ഈ വീട്ടിലോട്ട് വന്നിരിക്കുന്നത്. അത് നീ വളർത്തു ദോഷം കൊണ്ടാണ്. അവളുടെ ഈ ഗുണം അവൾ കാണിക്കുന്നത്. നീയല്ലേ അവളെ വളർത്തിയത്, അത് അവൾ കാണിച്ചു, അത്ര തന്നെ. അത് കേൾക്കുന്ന ചന്ദ്രയുടെ മുന്നിൽ വെച്ചിട്ട് ആകെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ആ ഒരു സത്യം ശിവനെ വിളിച്ച് പറയണേ, ഒരിക്കലും അങ്ങനെയല്ല. അച്ഛൻ എപ്പോഴും അവൾക്കാണല്ലോ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ആ നിധി എന്ത് ചെയ്താലും നിങ്ങൾക്ക് നല്ലതാണ്. ഇപ്പോഴും അച്ഛൻ അവൾക്കല്ലേ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. എന്നാൽ അവൾ ഒറ്റൊരുത്തി കാരണമാണ് ആ വീട്ടിൽ നിന്നും പ്രണവിൻ്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് പോരേണ്ടി വന്നത്. അത് കേൾക്കുന്ന അശോകൻ, എന്താടി നീ പറയുന്നത്? അപ്പോഴേക്കും അശോകൻ ഈ സംസാരം തുടരാന്ന് കാണുമ്പോൾ രേണുക അതിൽ കയറി ഇടപെടുകയാണ്. അത് നിങ്ങളുടെ മോളാണ്, നീ നിർത്തടി, നീ ഒറ്റയിരുത്തിയാണ് എൻ്റെ മകളെന്ന് പറയുന്ന ഈ വൃത്തികെട്ടവളെ നശിപ്പിച്ച് സ്വഭാവം കൊണ്ട് എല്ലാം കൊണ്ട് ഇവളെ കേടുവരുത്തിയതെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോടുകൂടി അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറയുന്നതിൽ നിങ്ങൾക്കൊന്നും തോന്നേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ശബ്ദം ഉയർത്തുമ്പോൾ ഉടൻ തന്നെ ശിവാനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനിട്ട്. ചന്ദ്രയാണല്ലോ ശബ്ദം ഉയർത്തുന്നത്. അപ്പോൾ ശിവാനി പറയുന്നത്, മതി നിങ്ങൾ നിർത്തിയത്, നിങ്ങളൊരു വൃത്തികെട്ട സ്ത്രീയാണ്, നിങ്ങൾ പ്രസവിച്ച ആ വിഷജന്മമുണ്ടല്ലോ, അവളെൻ്റെ ജീവിതം മനഃപൂർവ്വം തകർത്തതാണ്. ഇനി അവൾക്ക് വാണിങ്ങില്ല, അത് കുറിച്ചോ, അവളുടെ ജീവിതം ഞാൻ ഉറപ്പാണ് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. കണ്ണിൽ നിന്നും പൊന്നീച്ച പാറുന്ന വിധത്തിൽ കരണക്കുറ്റി നോക്കി തലങ്ങും വിലങ്ങും ഇട്ട് ചന്ദ്രിക ശിവാനിക്ക് മുന്നിലിട്ട് ശിവാനിയെ അടിക്കാൻ കേട്ടോ. ഇത് കണ്ടിട്ട് ചന്ദ്രി ഈ ശിവാനിയെ അടിക്കുമ്പോൾ രേണുകൾക്ക് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് പറയണേ, എടി നീ എൻ്റെ കുഞ്ഞിനോട് ജനിച്ച നാൾ മുതൽ അന്നേ മുതൽ നീ എൻ്റെ കുഞ്ഞിനോട് ഈ തെറ്റുകളാണ് ചെയ്തിട്ടുള്ളത്. ഇല്ലാത്ത പേരിൽ പലതും പറഞ്ഞ് നീ എന്നെയും ഈ പറയുന്ന ഏട്ടനെയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈശ്വരൻ എന്നൊരാൾ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ നിധി അത് കൈകൂപ്പുന്നത് കൊണ്ട് തന്നെ, അതിൽ ആത്മാർത്ഥതയുള്ളത് കൊണ്ട് തന്നെ അവളുടെ ഭാഗം നിന്ന് അതിൽ നീ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോഴേക്കും അശോകൻ പറയുന്നത്, ഇവളെ പോലെ വൃത്തികെട്ടവളെ എങ്ങനെ വിടാൻ പറ്റില്ല. അപ്പോഴേക്കും രേണുക പറയുന്നത്, എന്തിനാ എൻ്റെ മോളെ നിങ്ങൾ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നത്? അല്ലടി, എൻ്റെ മോളെ പിന്നെ
എന്താ ഞാൻ ചെയ്യേണ്ടത്? നീ മിണ്ടരുത്. ഇനി നിൻ്റെ കസ്റ്റഡിയിൽ ഇവളെ ഒരിക്കലും വളരാൻ പാടില്ല. തീർച്ചയായും നിൻ്റെ കസ്റ്റഡിയിൽ ഇവളെ വളർന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേസമയം വരാനല്ലടി നിന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞ് കൈകൾ പിടിച്ച് വലിച്ച് രേണുകയെ ഒരു റൂമിനുള്ളിൽ ശിവാനിയെ റൂമിനുള്ളിൽ പൂട്ടാൻ കൊണ്ടുപോയി രേണുക വന്നിട്ട് പറയാൻ, നിങ്ങളുടെ മകളാണ്, നിങ്ങളിങ്ങനെ ചെയ്യരുത്, ഒരിക്കലും അത് അവൾക്ക് സഹിക്കില്ല, താങ്ങില്ല. എടി നിൻ്റെ മകൾ ഓരോരുത്തർക്കും ചെയ്തു വെക്കുന്നത് എന്താ, അത് നീ ആലോചിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് കഥക് പുറത്ത് നിന്നും പൂട്ടുമ്പോൾ രേണുകക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ചന്ദ്രയ്ക്കും അത് സങ്കടമാവാനായിട്ട്. ഇതേസമയം അശോകൻ പറയുന്നുണ്ട്, ഇവൾക്ക് ഇനി ആര് എന്ത് പറഞ്ഞാലും ഇവൾക്ക് ഞാൻ ഡോറ് തുറന്നു കൊടുക്കില്ല, ഇവൾ അവിടെ പഠിക്കട്ടെ, ഇവള് വല്ലാത്തൊരു ജന്മം തന്നെയാണെന്ന് പറഞ്ഞ അശോകൻ പിന്നീട് കുറച്ചിങ്ങ് നീങ്ങുന്നുണ്ട്. പൊട്ടിക്കരയാനായിട്ടാ തൻ്റെ മകൾ തൻ്റെ കുടുംബജീവിതം അങ്ങ് തകർത്തതിനെ കുറിച്ച് ആലോചിച്ചിട്ട്. ഇതേസമയം വീട്ടിലോട്ട് വരികയാണ്. ഇവിടെ വസുന്ധരയുടെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ് പാറും ഗൗതമും നിധിയും കേട്ടോ. അപ്പോൾ പാറു പറയാണ്, എന്താ മക്കളെ സത്യത്തിൽ അവിടെ ഉണ്ടായത്, എൻ്റെ മോൻ്റെ കോലം എന്താണ്, എവിടെ അവൾ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ഇനി അവൾ പ്രണവിൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ഗൗതം പറയാനായിട്ടാ. അപ്പോഴേക്കും വസുന്ധര, എന്താ നിങ്ങൾ പറയുന്നത്? അതെ അമ്മേ, ഇനി അവൾ എന്തായാലും പ്രണവിൻ്റെ ജീവിതത്തിലില്ല, അവൾ വൃത്തികെട്ടവളാണ്. നമ്മുടെ പ്രണവിന് ഇത്രയും കാലം കബളിപ്പിച്ചെങ്കിൽ അപ്പോൾ പ്രണവിന് ശബ്ദിക്കാനാവുന്നില്ല കേട്ടോ. അങ്ങനെ പ്രണവ് വളരെ തളർന്നും കൊണ്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഇതേ സമയം ഈ ഒരു നൃത്തം കാണുമ്പോൾ തന്നെ പാറുവിന് സങ്കടമാവണം. എൻ്റെ പൊന്നു മോൻ്റെ കോല എന്തായിരിക്കുന്നു മോനെ, നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട, അമ്മ അന്നും നിന്നോട് പറഞ്ഞതല്ലേ ഈ ഒരു ബന്ധം വേണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോഴേക്കും വസുന്ധര നിധിയെ കുറ്റപ്പെടുത്തുന്ന ആ രീതിയിലുള്ള സംസാരിക്കാൻ കേട്ടോ. ഇതിന് കുറ്റക്കാരി ഇവളൊറ്റ രീതിയാണ്. അത് കേൾക്കുന്ന പാറു, എന്ത് കുറ്റക്കാരി, ഇവളും കുറ്റക്കാരിയാണ്, ഈ പറയുന്ന ശിവാനി. അപ്പോഴേക്കും ഗൗതം പറയാണ്, ഇത്രയും തെറ്റ് ചെയ്ത ശിവാനിക്ക് കുറ്റമില്ലേ, ശിവാനിക്ക് കുറ്റമുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇവളെല്ലാം അറിഞ്ഞിട്ടും ഇത്രയും നേരം വൈകി നമ്മളെ വിവരം അറിയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ഗൗതം പറയും, പിന്നെ എന്താണാവോ ചെയ്യേണ്ടത്, അതിനുള്ള മറുപടി ഒന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയുന്നത്, ഇവളൊറ്റൊരുത്തിയാണ് നമ്മുടെ പ്രണവിൻ്റെ ജീവിതം തകർത്തത്, ഇവൾക്കെല്ലാം അറിഞ്ഞിട്ടും ഇവൾ മനഃപൂർവ്വം ശിവാനിക്കൊപ്പം നിന്നിട്ട് മനഃപൂർവ്വം പ്രണവിൻ്റെ ജീവിതം തകർത്തതാണ്, ഇവളൊറ്റൊരുത്തിയാണ്, ഇറക്കുമ്പോൾ ശിവാനിയെ മാത്രം ഇറക്കി വിട്ടാൽ പോരാ, ഇവളെയും കൂടി ഇറക്കി വിടണം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പാറു, നീ എന്താ വസു പറയുന്നത്? അപ്പോഴേക്കും ഗൗതമിന് ദേഷ്യം പിടിക്കുന്നുണ്ട്. പക്ഷേ ഗൗതമിനേക്ക് മുന്നേ ഇവിടെ പ്രണവാണ് ദേഷ്യപ്പെടുന്നതായിട്ട്. പ്രണവ്, അമ്മയെല്ലാം പോയി, അമ്മയോട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് എനിക്ക് കിട്ടിയത്, അത് കിട്ടിയിരിക്കുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ ഏട്ടനും ഏട്ടത്തിയും ഇന്നവരെ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, അവർക്കിടയിൽ സന്തോഷം തന്നെയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മേലിൽ എൻ്റെ ഏട്ടനും ഏട്ടത്തിയുടെയും കാര്യത്തിൽ ഇടപെട്ട് അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ആരാണെന്ന് ശരിക്കും നിങ്ങൾ തിരിച്ചറിയുമെന്ന് പറഞ്ഞ് വസുന്ധരയുടെ മുഖത്തോട്ട് അടിക്കാൻ ഒരുങ്ങുമ്പോൾ, എടാ മോനെ, നിൻ്റെ ജീവിതത്തിൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്, അതിലെന്തെങ്കിലും ഒരു നേരുണ്ടാവും, എൻ്റെ മോന് സമാധാനപ്പെടുമെന്ന് പറയുമ്പോൾ, മതി നിങ്ങളുടെ വാക്കുകൾ കേട്ട് മടുത്തു, ഇനി നിങ്ങൾ ശബ്ദിക്കരുത്. എടാ ഞാനൊന്ന് പറയട്ടെടാ, ഈ ആൻറ്റി നിനക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്ന, മതി വസുന്ധര ആൻറ്റി, നിങ്ങൾ എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ നിങ്ങൾ ഓരോ ദിവസവും ഓരോ പ്രവൃത്തികളാണ് ചെയ്തു കൂട്ടുന്നത്, അത് നിങ്ങൾ ആലോചിക്കുന്നതൊന്നും നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രണവ് വളരെ മോശമായി വസുന്ധരയോട് സംസാരിക്കുന്ന ആ സീനൊക്കെയാണ് കേട്ടോ. ഇനി നമുക്ക് മുന്നിൽ അടുത്ത എപ്പിസോഡ് വരാനിരിക്കുന്നത്.